തിരുവനന്തപുരം പൂവച്ചലിൽ പണം ചോദിച്ചെത്തിയ വൃദ്ധയെ പോലീസുകാരനും സുഹൃത്തുക്കളും ചേർന്ന് മുറിക്കുള്ളിൽ പൂട്ടിയിട്ടു. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ലാലു, പൂവച്ചൽ സ്വദേശി സജിൻ എന്നിവർ ചേർന്നാണ് വൃദ്ധയെ പൂട്ടിയിട്ടത്. നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് പാലേലി സ്വദേശിയായ അമലാവതിയെ രക്ഷിച്ചത്. കെ വി ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, സംഭവിച്ചത് എന്താണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്? അതായത് വളരെ ദാരുണമായൊരു സംഭവമാണ്. ഈ പാലേലി സ്വദേശിനിയായ അമലാവതി ഇത്തരത്തിൽ വീടുകൾ പണം ചോദിച്ചില്ലെങ്കിൽ വീടുകളിൽ നിന്ന് പണം വാങ്ങി അത്തരത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് മറ്റ് ആശ്രയങ്ങളില്ല. അങ്ങനെയാണ് ഈ സജിന്റെ പൂവച്ചലിന്റെ വീട്ടിലേക്ക് ഈ സ്ത്രീ എത്തുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് സജിനും സുഹൃത്ത് ലാലുവും ചേർന്നുകൊണ്ട് ഈ വൃദ്ധയായ സ്ത്രീയെ വീട്ടിൽ പൂട്ടി ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെ ഇവർ നിലവിളിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് നാട്ടുകാരും മറ്റും എത്തിയാണ് ഇവരെ ഈ റൂമിൽ പുറത്ത് എത്തിക്കാനായത്. ഈ സമയത്ത് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ബാണ്ടക്കെട്ട് ഉൾപ്പെടെ ഈ രണ്ട് ആളുകളും കൂടി കൈക്കലാക്കുകയും ചെയ്തിരുന്നു. മദ്യലഹരിയായിരുന്നു ഇവരുടെ അതിക്രമം എന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കാട്ടാക്കട പോലീസ് നൽകുന്ന വിശദീകരണം. എന്തായാലും സംഭവത്തിൽ രണ്ടുപേർക്കെതിരെയും കാട്ടാക്കട പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ് അറസ്റ്റിലായ ലാലു എന്നാണ്. ഒരു നിയമം പരിപാലിക്കേണ്ട, നിയമം നടപ്പിലാക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇത്തരത്തിൽ ഒരു വൃദ്ധയ്ക്ക് നേരെ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനം ചെയ്തിരിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. തുടർ നടപടികളുമായി പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. വൃദ്ധയെ കൃത്യമായി ഇതിനുശേഷം ആശുപത്രിയിൽ എത്തിച്ചു. അവരുടെ ആരോഗ്യനില ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് പോലീസ് വിട്ടയച്ചത്. തിരുവനന്തപുരത്ത് മദ്യലഹരിയിലാണ് പോലീസും സുഹൃത്തും ചേർന്ന് വൃദ്ധയെ മുറിയിൽ പൂട്ടിയിട്ടത്.